നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ തൊട്ട് സംസാരിക്കുന്ന കാര്യമാണ് ഗൗതം ഗംഭീറും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവുന്ന പല വിഷയങ്ങളും. കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാണ്, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി KL രാഹുൽ വിളിക്കുമ്പോൾ പോലും വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ കേക്ക് കട്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഇന്ത്യയുടെ വിജയാഘോഷത്തിൽ ഇരുവരും മാറി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ നല്ലതല്ല, കാര്യങ്ങൾ വളരെ വിപരീതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഗംഭീറിനെതിരെ എന്തോ പ്ലാൻഡായിട്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഗൗതം ഗംഭീറിനെതിരെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ശക്തമായ രീതിയിൽ തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്നത്. ഇരുവരും ഗൗതം ഗംഭീറുമായി യാതൊരു രീതിയിലുള്ള സംസാരവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ ഓഡിയോയിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയോ? ആദ്യത്തെ ഓഡിയോയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മങ്ങുകയാണെങ്കിൽ BCCI, അജിത് അഗാർക്കർ, ഗൗതം ഗംഭീർ എന്നിവർ ചേർന്ന് ഒരു മീറ്റിംഗ് ഡിസ്കസ് ചെയ്യുകയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇവരുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ടീമിൽ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നും രണ്ടാമത്തെ ഏകദിനത്തിൽ നിന്നും മാറ്റി നിർത്താൻ വരെ പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അവിടെ നിന്നുകൊണ്ടാണ് രോഹിത് ശർമ്മ 50 അടിക്കുകയും വിരാട് കോഹ്ലി സെഞ്ചുറി നേടുകയും ചെയ്തത്. അതോടുകൂടി BCCI ഉൾട്ടയടിച്ചു. രണ്ടാമത്തെ ഏകദിനത്തിന് മുമ്പ്, അതായത് നാളെയാണ് രണ്ടാമത്തെ ഏകദിനം, ഇന്ന് അടിയന്തരമായി ഗൗതം ഗംഭീറുമായി BCCI ഒരു മീറ്റിംഗ് വെക്കുകയാണ്. ഗൗതം ഗംഭീറുമുണ്ട്, അജിത് അഗാർക്കറുമുണ്ട്. എന്താണ് ആ തീരുമാനം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷേ BCCI ഇവിടെ 2 പ്ലേയറെ കിടന്ന് കളിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം പറയാം, ഒരു കോച്ചും പ്ലേയേഴ്സും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട റാപ്പോ ഇല്ലെങ്കിൽ അത് ടീമിനെ മൊത്തത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഏകദിനത്തിൽ പ്രത്യേകിച്ച് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനി മാറ്റി നിർത്താമെന്നുള്ളത് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ടയും താൻ. അവിടെയാണ് ഗൗതം ഗംഭീറിനെ തെറിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. ഗൗതം ഗംഭീറിനെ തെറിപ്പിക്കുകയാണെങ്കിൽ അത് ടെസ്റ്റിൽ നിന്നായിരിക്കും. കാരണം ഏകദിനത്തിലും T20 ഫോർമാറ്റിലും ഗൗതം ഗംഭീർ മികച്ച റെക്കോർഡ് തന്നെയാണുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗംഭീറിനല്ല, ഇന്ത്യക്ക് തന്നെ ഏറ്റവും നാണംകെട്ട റെക്കോർഡിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീറിന് എത്രയും വേഗം മാറ്റാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കിലെടുക്കുന്നുണ്ട്. പക്ഷേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്നീ 2 പ്രധാനപ്പെട്ട തൂണുകൾ ഗൗതം ഗംഭീറുമായി ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല, ലയിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ ഏകദിനത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാൻ നിൽക്കെ ഗൗതം ഗംഭീർ മാത്രമാണ് ഡ്രസ്സിംഗ് റൂമിന് പുറത്തു നിന്ന് കൈയടിക്കാൻ കൂട്ടാക്കാതെ നിന്നതും ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് പോവുകയും ചെയ്തത്. അത് ഈഗോ പരിപാടിയാണെന്ന് നമുക്കറിയാം. വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് IPL മത്സരങ്ങളിലാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിൽ ഒരു വലിയ വാഗ്വാദം ഉണ്ടാകുന്നു. ആ വാഗ്വാദം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഗൗതം ഗംഭീറുമായി യാതൊരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല എന്നതും വ്യക്തമായ സാഹചര്യം കൂടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിൽ അലങ്കോലമാണ് കാര്യങ്ങൾ എന്നുള്ളതിൽ നിന്നും വ്യക്തമാകുന്ന വിവരങ്ങളിലേക്ക് വരുന്നത്. ഹാൻഡ് ഷേക്കിന് പോലും ഒരു പേരിന് ഷേക്ക് ചെയ്യുന്നു എന്നല്ലാതെ പിന്നീടുള്ള ചർച്ചകളിൽ ഗൗതം ഗംഭീറുമായിട്ടൊന്നും വിരാട് കോഹ്ലി കൂടെ നിൽക്കുന്നില്ല. ഗൗതം ഗംഭീറിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വിരാട് കോഹ്ലി കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ ആകെ കൂടെ അലങ്കോലമായിട്ട് നിൽക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ള വ്യക്തമായ സൂചനകളിലേക്കും കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പോകാൻ പോകുന്നത് ഗംഭീറാണ്. ഗംഭീറിന് കിട്ടാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പണി, 8ന്റെ പണി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് BCCI കൃത്യമായ ഒരു യോഗം ഗൗതം ഗംഭീറിനെയും അജിത് അഗാർക്കറിനെയും വിളിച്ചു ചേർക്കുകയും രണ്ടാം ഏകദിനത്തിന് മുമ്പ്, അതായത് ഇന്ന് തന്നെ, നാളെയാണ് രണ്ടാമത്തെ ഏകദിനം, അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഒരു യോഗം ചേരുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായിരിക്കാം ഈ യോഗത്തിലെ തീരുമാനങ്ങൾ? ഏറ്റവും നിർണായകമായ ചോദ്യം. ഗൗതം ഗംഭീറിന് കൃത്യമായ ഒരു വാർണിംഗ് നൽകും. ഇപ്പോൾ ഗൗതം ഗംഭീർ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ ഏകദിനത്തിലുണ്ടായ ജയമാണ്. അതെങ്ങനെയാണ് ജയിച്ചതെന്നും നമുക്കറിയാം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തന്നെയാണ്. ഈ 2 വ്യക്തികളാവട്ടെ ഗൗതം ഗംഭീറുമായി ഒരു തരത്തിലും ലയിക്കുകയില്ലതാണ്. അവിടെയാണ് ഗംഭീറിന് വേറൊരു പ്രശ്നം വരുന്നത്. ഗംഭീർ മുന്നോട്ട് വരുന്ന താരങ്ങൾ, ഗംഭീർ ബാക്ക് ചെയ്യുന്ന താരങ്ങൾക്ക് ഉൾപ്പെടെ അത് പണി കിട്ടും. ഞാൻ പറയട്ടെ, സഞ്ജു സാംസൺ ഉൾപ്പെടെ പണി കിട്ടും. ഗൗതം ഗംഭീറിനെ പുറത്താക്കാനാണ് സാധ്യത എങ്കിൽ, അതായത് ഒരു തരത്തിൽ T20 ഉൾപ്പെടെ ഗൗതം ഗംഭീറിനെ പുറത്താക്കാനാണ് സാധ്യതയെങ്കിൽ സഞ്ജു സാംസണ് പണി കിട്ടും. കാരണം നമുക്കറിയാം, രവിശാസ്ത്രി ഉൾപ്പെടെ കോച്ചായിരുന്ന സമയത്ത് സഞ്ജുവിനെയൊക്കെ തഴഞ്ഞിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഗംഭീർ കോച്ചായിട്ട് വന്നതിന് ശേഷം T20 സ്ഥിരതയാർന്ന ഒരു പ്ലേസിംഗ് സഞ്ജുവിന് കിട്ടുന്നുണ്ട്. ഗംഭീറിന് പകരം ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ഒരു പ്ലേസിംഗ് ഉണ്ടാകുമോ എന്നൊരു വലിയ ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗംഭീറിന് മാത്രമല്ല ഇവിടെ പണി കിട്ടാൻ പോകുന്നത്, പല താരങ്ങൾക്കും, ഗംഭീറിന് ഉറച്ചു നിൽക്കുന്ന പല താരങ്ങൾക്കും കൂടെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നതെന്നും വ്യക്തമാണ്. ഉടനെ തന്നെ ഗംഭീറും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഈ പിണക്കം മാറിയില്ലെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ ടീമിനെ മാത്രമല്ല, ഈ 3 താരങ്ങൾക്കിടയിൽ വലിയൊരു ഫ്രിക്ഷൻ ഉണ്ടാവാനൊരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് നോക്കുകയാണ് രണ്ടാമത്തെ ഏകദിനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വിരാട്ടിനും രോഹിത്തിനും അടി പിഴച്ചില്ലെങ്കിൽ ഇരുവർക്കും ഇതുപോലെ തന്നെ ഫോം മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഗംഭീറിന് വലിയ പണി കിട്ടും. നേരെ മറിച്ച് രോഹിത്തിനും വിരാട്ടിനും ഒന്ന് വീഴുകയാണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഗൗതം ഗംഭീർ നിൽക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ആദ്യം രാജ്യമാണോ പിന്നീട് പ്ലെയേഴ്സ് ആണോ എന്നൊരു ചോദ്യവും പോലും നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യൻ ടീം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.